വിശ്വാസമുള്ളവർ ഏറ്റവും ഭയത്തോടു കൂടി മാത്രം കാണുന്ന ഗ്രഹമാണ് ശനീശ്വരൻ. ശനിദേവനെ പ്രധാനമായി മൂർത്തിയായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ അപൂർവമാണ്. കേരളത്തിലെ ആദ്യത്തെ ജനതയുടെ ക്ഷേത്രമായി കരുതപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കം പറയപ്പെടുന്ന ഒരു ശനി ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന സ്ഥലത്ത് നടുവിലെ മുറിയിൽ സ്ഥിതി ചെയ്യുന്നത്. കൗരവരുടേതായി ധാരാളം മലനടകളുണ്ട്. മഹാഭാരത യുദ്ധ കാലഘട്ടത്തിൽ പാണ്ഡവരും കൗരവരും ശനിക്ഷേത്രത്തിൽ നിന്നും ഈ ദേവനെ ആരാധിക്കുന്നതും ആയി പറയപ്പെടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ കൗരവരുടേതായി അനേകം ക്ഷേത്രങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മഹാഭാരത യുദ്ധ കാലഘട്ടത്തിൽ നിഴൽക്കൂത്ത് എന്ന പ്രയോഗം മനസ്സിലാക്കാനാണ് കൗരവർ എത്തിച്ചേർന്നതെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം കാട് പിടിച്ചു കിടന്നിരുന്ന അവസ്ഥയായിരുന്നു. മറ്റാവശ്യങ്ങൾക്കായി കാട് വെട്ടി സ്ഥലം നിരപ്പാക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ നിന്നും കിട്ടിയതാണ് ഈ ശനിദേവന്റെ വിഗ്രഹമെന്ന് പറയപ്പെടുന്നു. തുടർന്ന് നടത്തിയ ദൈവപ്രശ്നത്തിലാണ് ഈ വിവരങ്ങളൊക്കെ വെളിപ്പെട്ടത്. വരമൊഴിയായോ വാമൊഴിയായോ കേൾക്കുന്ന ആ ചരിത്ര സത്യത്തിലേക്ക് നടന്നു ചെന്നാൽ ശനി ബാധിക്കുന്ന ദോഷങ്ങൾ, ശനിഗ്രഹം നിമിത്തമുണ്ടാകുന്ന ശാപങ്ങൾ, അഷ്ടമശനി, ഏഴരശനി, കണ്ടകശനി ദോഷങ്ങൾ ഈ നാളുകാരിൽ നിന്ന് മാറുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം ജനങ്ങൾ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ ശനിദോഷം പരിഹാരത്തിനായി എത്തിച്ചേരുന്നുമുണ്ട്. ഇതുകൂടാതെ ധാരാളം ചരിത്ര ഗവേഷക വിദ്യാർത്ഥികളും പഠനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒരു കാലത്ത് ഒരു മഹാക്ഷേത്രമായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പഴയകാല ക്ഷേത്ര അവശിഷ്ടങ്ങൾ ധാരാളമുണ്ട്. പഴയകാല ഓടുകളും അവശിഷ്ടങ്ങളും ധാരാളം കാണാം. അതിനൊരു പ്രത്യേക ആകൃതിയുമാണ്.
എൻ്റെ പേര് രജീഷ് ശർമ്മ. എല്ലാ നാളുകാർക്കും ശനി ബാധകമായി വരും. ജന്മരാശി അനുസരിച്ച് എല്ലാ നാളുകാർക്കും ശനി ബാധകമായിട്ട് എത്തുന്നതായിരിക്കും. കൂടാതെ കണ്ട ശനി, ഏഴ ശനി, അഷ്ടമശനി എന്നിവർക്ക് അഷ്ടനീരാഞ്ജനങ്ങൾ നടത്തുന്നത് ഉത്തമമായിട്ട് വരുന്നതാണ്. അതോടൊപ്പം ശനി ദശാകാലങ്ങളിൽ നീരാഞ്ജനം എടുക്കുക, കടുകെണ്ണ അഭിഷേകം ചെയ്യുക എന്നിവ ചെയ്യുന്നതും നല്ലതായിരിക്കും. ശനീശ്വര ഹോമവും അതിൽ പ്രാധാന്യമായി നൽകും. ശനിദേവ പ്രീതി ഏറ്റവും പെട്ടെന്ന് ലഭിക്കുന്ന ഇതാണ് ശനീശ്വര ഹോമം. അതിൽ വന്നിച്ചമത, എള്ള്, നെയ്യ് കൂടാതെ ശനീശ്വര നിവേദ്യമായ എള്ള് പായസം എന്നിവ ഹോമിച്ചാണ് ശനീശ്വര ഹോമം നടത്തുന്നത്. ഇത് ശനിദോഷത്തിന് പെട്ടെന്നൊരു ശനീശ്വര പ്രീതി ലഭിക്കുന്നതിന് പരിഹാരമായി കിട്ടുന്നതാണ്. ശനീശ്വര ഹോമം ശനിദോഷ പരിഹാരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ശനിദോഷമുള്ള എല്ലാ ആൾക്കാർക്കും ശനീശ്വര ഹോമം ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ശനിയാഴ്ച തോറുമാണ് ശനീശ്വര ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നീരാഞ്ജനമാണ് ചെയ്യുന്നത്. നീരാഞ്ജനം നമ്മൾ ആളുടെ പേരും നാളിലും ഭഗവാനിൽ ഒഴിഞ്ഞ് തരുന്ന നീരാഞ്ജനം 7 പ്രദക്ഷിണം ചെയ്ത് ഇവിടെ കൊണ്ട് ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ശനീശ്വര അഷ്ടോത്തരം ചൊല്ലിയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഭഗവാനിൽ. വിശേഷാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും കമന്റ് ബോക്സിൽ കൃത്യമായി എഴുതേണ്ടതാണ്. കുറിച്ചെടുക്കുന്നതായിരിക്കും, പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ശനിദോഷം എല്ലാവർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെന്നറിയാം. നിരവധി പേർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ നവഗ്രഹത്തിന് ഒരു ഗ്രഹമാണ് ശനി. രവിദശ, ചന്ദ്രദശ, ബുധദശ, വ്യാഴദശ, കുജദശ, രാഹുർദശ അങ്ങനെ പോകുന്നു. ശനിദശ എന്ന് പറയുന്നത് 19 വർഷമാണ്. അത് വ്യാഴദശ പോലെയും ശുക്രദശ പോലെയും രാഹുർദശ പോലെയും മറ്റൊരു ദശയാണ്. ശനിദശ എന്ന് പറയുന്നത് സൂര്യപുത്രനായി നിൽക്കുന്ന ഭഗവാനാണ് ശനി ഭഗവാൻ. അയ്യപ്പസ്വാമി ഗുരുനാഥനായി കണക്കുകൂട്ടി ശിവന്റെ എല്ലാ ചൈതന്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദേവസ്വരൂപമാണ് ശനി ഭഗവാൻ. ശനിദശാകാലം ദോഷമുള്ള കാലം ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഏതൊക്കെ നാളുകാർക്കാണ് എപ്പോഴാണ് ശനിദോഷം ഉള്ളതെന്ന് പലർക്കും കൃത്യമായി അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പല കാരണങ്ങളുമുണ്ട്. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് ഏകദേശം 2.5 വർഷം നിൽക്കുന്ന ഗ്രഹമാണ് ശനി. മാത്രമല്ല സഞ്ചാരപാതയിൽ ചില സമയങ്ങളിൽ വക്രഗതിയും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കണക്ക് കൂട്ടിയതിനു ശേഷമാണ് ശനിദോഷം ഏതൊക്കെ നാളുകാർക്കാണ് എപ്പോഴൊക്കെയാണ് കൃത്യമായി പറയാൻ പറ്റുക. കുറെ ഗണനം നടത്തിയ ശേഷം ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശനിദോഷങ്ങൾ പറയുന്നത് ഹുർകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അശ്വതി, ഭരണി, കാർത്തിക, മേടക്കൂർ, കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം അടിസ്ഥാനമാക്കിയാണ് പൊതുവെ ദോഷം നമ്മൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗോസ്ഫുടം നടത്തുമ്പോൾ ഈ കാൽ, മുക്കാൽ പോലെയുള്ളതൊക്കെ അപ്രസക്തമാവുകയാണ് ശനിദോഷത്തെ സംബന്ധിച്ച് ചെയ്യാറുള്ളത്. അതുകൂടി കണക്കിലെടുത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യാഗ്രജം ഛായാമാർത്താണ്ഡ സംഭ്രൂതം തം നവാമി ഗണേശ്വരം രവിതനായിരം ശനി. തമോമയനും പാപഗ്രഹങ്ങളിൽ പ്രഥമ ഗണനീയനുമാണ്. പിങ്കളാവർണ്ണമുള്ള കുഴിഞ്ഞ കണ്ണുകൾ, കറുത്തുമെലിഞ്ഞ നീണ്ട ശരീരം, വാദപ്രകൃതി, മടി, തടിച്ച നഖം, വലിയ പല്ലുകൾ, മൂർഖ സ്വഭാവം, കോപാധിക്യം ഇവ ചേർന്ന ഭീകര രൂപമാണ് ശനീശ്വരൻ്റേത്. വസ്ത്രം കറുത്തതും വാഹനം കാക്കിയുമാണ്. ശനിയെ പ്രതിനിധീകരിക്കുന്ന നിറം നീലയാണ്. ശനിദോഷത്തെ ജ്യോതിഷത്തിൽ 3ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്: കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി. ആദ്യം കണ്ടകശനി എന്താണെന്ന് നോക്കാം. ജനനക്കൂറിൽ 1, 4, 7, 10 രാശികളിൽ വരുന്ന കാലമാണ് കണ്ടകശനി കാലം. വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന കാലമാണിത്. ആനചലനം, അലച്ചിൽ, കലഹം, ദുഃഖം, സാമ്പത്തിക ക്ലേശം, കുടുംബ ക്ലേശം, വെറുപ്പ്, അപവാദം, അപകടം, മരണം, മരണതുല്യ അനുഭവം, വ്യവഹാരം, ജയിൽവാസം, പോലീസ്, കോടതി തുടങ്ങിയ കേസുകളിലൊക്കെ ഫലമായി വരും. രോഹിണി, മകീരം, മകം, പൂരം, ഉത്രം, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കാണ്
ഈ പറഞ്ഞ കാലഘട്ടത്തിൽ കണ്ടകശനി ദോഷം അനുഭവിക്കേണ്ടി വരുന്നത്. മേൽപ്പറഞ്ഞ കാലഘട്ടത്തിൽ കണ്ടകശനി ദോഷങ്ങളുള്ള നാളുകൾ ഇവയാണ് എന്ന് പൊതുവെ പറയാമെങ്കിലും ശനിദോഷ ഫലങ്ങൾ ഓരോ നാളുകാർക്കും വ്യത്യസ്തമായിരിക്കും. ജനനക്കൂറിൽ 1, 4, 7, 10 രാശികളിൽ ഇനി വരുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ 1ലും 4ലും 7ലും 10ലും ശനി വ്യത്യസ്തമായിട്ടുള്ള ദോഷങ്ങളാണ് നൽകുക. വിശാഖം, അനിഴം, തൃക്കേട്ട ഇവർക്ക് കണ്ടകശനിയാണെന്ന് പറയാം. അതിനു പുറമെ ശനി 4ലാണ് നിൽക്കുന്നത് എന്ന് പറയാം. ദോഷങ്ങൾ 4 എന്നത് കുടുംബം, മാതാവ് ഇവയുടെ സ്ഥാനമാണ്. അതുപ്രകാരം കുടുംബ ദുരിതം, കലഹം, മാതൃക ഇഷ്ടത, പിതൃ വരിഷ്ഠത, ഭാര്യ പുത്രാദി ദുരിതം, വീടിന് കേടുപാടുകൾ, വീട് വിടുക, അന്യദേശവാസം, സ്ഥാനചലനം, കള്ളന്മാരുടെ ശല്യം, ധനനഷ്ടം, കടബാധ്യതകൾ മുതലായവ ഒഴിഞ്ഞിട്ട് സമയമുണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം. ഇനി കണ്ടകശനിയിൽ തന്നെ ശനി 1ൽ നിൽക്കുന്ന നാളുകളാണ് പറയുന്നത്. ഇനി കാണിക്കുന്നത് അവിട്ടം, ചതയം, പുരുരുട്ടാതിയാണ്. ജന്മശനി ഉണ്ടെങ്കിൽ സ്ഥാനചലനം, മരണം, മരണതുല്യ അനുഭവം, വ്യവഹാരം, ജയിൽവാസം, പോലീസ് കോടതി കേസുകൾ തുടങ്ങിയവയാണ് ഫലമായി വരിക. അടുത്തതായി പറയുന്നത് കണ്ടകശനിയിൽ തന്നെ ശനി 7ൽ നിൽക്കുന്ന നാളുകളാണ്. മകം, പൂരം, ഉത്രം നാളുകളാണ്. ഈ നാളുകളുടെ ഫലങ്ങൾ ഇപ്രകാരമായിരിക്കും. ഭാര്യപുത്രാദികൾക്ക് ദുരിതം, യാത്രാക്ലേശം, മനക്ലേശം, കാര്യതടസ്സം, ധനനാശം, ഭാര്യാഗ്രഹത്തിൽ വിഷമതകൾ, ബന്ധുകലഹം, അപകടം, വെറുപ്പ് മുതലായവ ഉണ്ടാകും. അടുത്തത് ശനി 10ൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. അതായത് ഇനി മകീരം. ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദോഷഫലങ്ങൾ ഇതായിരിക്കും. 10 എന്ന് പറഞ്ഞാൽ കർമ്മഭാവമാണ്. അതുകൊണ്ട് തന്നെ കർമ്മ വിഘ്നം, കർമ്മത്തിൽ അലസത, കർമ്മത്തിൽ മേലാധികാരികളുടെ പ്രശ്നങ്ങൾ, യാത്രയുടെ അലച്ചിൽ, ജോലിയിൽ കൃത്രിമം കാണിക്കുക, വളഞ്ഞ മാർഗത്തിലൂടെ കർമ്മം ചെയ്യേണ്ടി വരിക, മനസ്സിന് ദുഃഖം, അപകടം, ഭയം, തർക്കം, വ്യവഹാരം, രോഗം മുതലായവയും സ്ഥാനചലനവും ഫലമായി വരും. അടുത്തത് 7ര ശനിയെക്കുറിച്ചാണ് പറയുന്നത്. ജനിച്ച 1, 2 കൂറുകളിൽ ശനി നിൽക്കുന്ന കാലമാണ് 7ര ശനിക്കാലം. 7ര ശനിയുള്ള നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ നാളുകാർക്ക് മേൽപ്പറഞ്ഞ കാലഘട്ടത്തിൽ അലച്ചിൽ ഏത് കാര്യത്തിനും, ധനഹാനി, ദാരിദ്ര്യം, അപമാനം, വിരഹം, നിരാശ, ജോലി ലഭിക്കാൻ താമസം, അന്യസ്ഥലത്ത് ജോലി ലഭിക്കുക, വിദേശവാസം, സ്ഥാനചലനം, കോപം പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടി വരിക, ദുർചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരിക, മാരക പ്രവൃത്തികളുടെ കുറ്റം ഏൽക്കേണ്ടി വരിക, മാരക പ്രവൃത്തികൾ ചെയ്യുക, ബന്ധുക്കളുമായി കലഹിക്കുക, ബന്ധുക്കളുടെയും ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും നിന്ദിക്കുക, ജയിൽവാസം അനുഭവിക്കുക, കോടതി കയറേണ്ടി വരിക, പോലീസ് കേസുകളിൽ ചെന്ന് ചാടേണ്ടി വരിക, ജോലിസ്ഥലത്ത് അലസത, ജോലിക്ക് തകരാറ് വരിക, വീട്ടിൽ അനർത്ഥങ്ങൾ വരിക, വീടിന് കേടുപാടുകൾ വരിക, വീട് മാറി താമസിക്കേണ്ടി വരിക, കടബാധിതയാൽ വിഷമിക്കുക, ഭാര്യ പുത്രാദികൾക്ക് രോഗം, മരണം മുതലായ ദുരിതങ്ങൾ ഉണ്ടാവുക, അതിർത്തി തർക്കം, വ്യവഹാര പരാജയം, രോഗങ്ങളാൽ വിഷമിക്കുക, ആപത്ത്, അപമൃത്യു, ഭയം, മാനസിക രോഗങ്ങൾ, ഭിക്ഷയാചിക്കേണ്ടി വരിക മുതലായ അനവധി ദുരിതങ്ങൾ വന്ന് അധപ്പതിക്കുകയോ നശിക്കുകയോ ചെയ്യുന്ന ഫലങ്ങളാണ് 7ര ശനിയിൽ ഉണ്ടാകുന്നത്. ഇതിൽ പലതും ചെറുതായിട്ടാണെങ്കിലും എത്ര ഗുണമുള്ളവനായാലും അനുഭവിക്കും. ദുഷ്ടന്മാർക്ക് തീർച്ചയായും ദോഷങ്ങൾ അപ്പോഴാണ് അത്തരക്കാർ ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുകയും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്നത് ഈ സമയത്താണ്. അടുത്തത് അഷ്ടമ ശനിയെക്കുറിച്ചാണ് പറയുന്നത്. ജനനക്കൂറിൽ 8ാമത്തെ രാശിയിൽ ശനി വരുന്നതാണ് അഷ്ടമ ശനിദശകാലം. 2023 ജനുവരി 27 മുതൽ 2025 ഏപ്രിൽ വരെ അഷ്ടമ ശനിയുള്ള നക്ഷത്രങ്ങളാണ്. പുണർത്തം, പൂയം, ആയില്യം ഈ നാളുകാർക്കാണ് അഷ്ടമ ശനിയുള്ളത്. കണ്ടകശനി പോലെ തന്നെ ദുരിതമേറിയതാണ് അഷ്ടമശനിയും. അഷ്ടമം ആയുസ്, മരണം, നാശം ഇവയുടെ ഭാവമാണ്. രോഗം, ദുരിതം, സ്ത്രീകളിൽ ഭർതൃസ്ഥാനവും ആണ്. ഏത് കാര്യത്തിൽ തടസ്സം, പരാജയം, ഭീതി, വിരോധം, ധനനഷ്ടം, ദാരിദ്ര്യം, അപകടം, ദൈവാധീനക്കുറവ്, പുത്രാദി ദുരിതം, മരണം, ശത്രുപീഡ, വ്യവഹാര സ്ഥാനചലനം, കൈകാൽ വേദന, ഒടിവ്, ഉളുക്ക്, ചതവ്, വീഴ്ച മുതലായ അനവധി ദുരിതങ്ങൾക്ക് ഇടവരുന്ന കാലഘട്ടമാണിത്. ഇത്രയും വിശദമായി ഈ വീഡിയോയിൽ ദോഷഫലങ്ങൾ പറയാൻ കാരണം ഇതിന്റെ ഗൗരവം എല്ലാ നക്ഷത്രക്കാരും ഉൾക്കൊള്ളുകയും അതിൻ്റെതായിട്ടുള്ള പരിഹാര ക്രിയകൾ വളരെ ലളിതമായ രീതിയിൽ ചെയ്യേണ്ടതുമുണ്ട്. പാപഗ്രഹങ്ങളിൽ പ്രഥമഗണനീയനായി കണക്കാക്കപ്പെടുന്ന ഗ്രഹം 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നൊക്കെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നു. പ്രസ്തുത ഗ്രഹ സംക്രമണങ്ങളിൽ സാധാരണയായി ജനങ്ങളിൽ പരിഭ്രാന്തി ജനിപ്പിക്കുകയാണ് പതിവ്. മേൽപ്പറഞ്ഞ ഓരോ ഗ്രഹ സംക്രമണങ്ങളും ഫലമോ ഇതിൽ അറിയാതെ നിഷ്ക്രിയത്വം കടന്നുപോകും. തങ്ങൾക്ക് ശനിദോഷമുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ് നിഷ്ക്രിയത്വം എന്നുള്ളതിലേക്ക് അവർ കടന്നുകൂടും. ഇത് ജീവിതഗതിയിൽ തന്നെ സാരമായ പരാജയങ്ങൾക്കും കാരണഭൂതമാകും. എന്നാൽ ഈ കാലഭേദങ്ങളുടെ ദോഷ സ്വഭാവങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ
ഉചിത പരിഹാര ക്രിയകളിലൂടെ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാനും ജീവിത പ്രശ്നങ്ങളെ ആത്മധൈര്യത്തോടെ നേരിടുവാനും സാധിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും പരിഹാര ക്രിയകളെക്കുറിച്ച് പറയുന്നതും. കൈലാസേശ്വരനായ സാക്ഷാൽ പരമശിവന് പോലും ശനിദോഷം പിടിപെട്ടു എന്നതാണ് പ്രമാണം. പരിഹാര ക്രിയ ഒന്നു മാത്രം, ശരണം. അതിനുള്ള ലളിതമായ മാർഗങ്ങളാണ് പറയുന്നത്. 7.5 ശനി, അഷ്ടമശനി, കണ്ടകശനി ഈ സമയത്ത് ദുരിതം അനുഭവിച്ച ജീവിതം തന്നെ ഉപേക്ഷിച്ച് കളയാമെന്നും ദുരിതങ്ങളാൽ വശം കെടുകയും സ്വത്തും വീടും നശിക്കുകയും കടബാധ്യതകൾ കൊണ്ട് ഗത്യന്തരമില്ലാതെയും കലഹം, വ്യവഹാരം, മർദ്ദനം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്കുമൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വളരെ ലളിതമായ ചില പരിഹാര ക്രിയകളാണ് ഇനി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂതനാദേബായായ ശാസ്താവിന്റെ ആധികാരികമായ ഗ്രന്ഥത്തിലുള്ള ഒരു വരി: കരിമുണ്ടുടുത്ത് കരിങ്കാക്കമേലേറി വരുന്ന ശരിക്കുനാഥൻ ശാസ്താവ് എന്നറിയുക എന്നുള്ളതാണ്. അതായത് ഇവിടെ അതിദേവത ശാസ്താവാണ്. അതുകൊണ്ട് തന്നെ ശാസ്താവിനെ ഭജിക്കുക, ശാസ്താവിനെ അഭയം പ്രാപിക്കുക, ശാസ്താവിന്റെ നാമങ്ങൾ ജപിക്കുക, ശാസ്ത ക്ഷേത്രങ്ങളിൽ എള്ളുതിരി, നീലാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. ഇത് തന്നെയാണ് ശനിദശയ്ക്ക് ഏറ്റവും ശക്തമായ പരിഹാരം. വർഷങ്ങളായി ശാസ്ത ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും 5 തലമുറകളിൽ ഏറെയായി ശാസ്താവിന്റെ ഉപാസകരിൽപ്പെട്ട ഒരു കണ്ണി എന്ന നിലയിലും എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. ഭക്തജനങ്ങൾ വന്ന് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുകയും ശാസ്ത വചനം നടത്തിയതിനു ശേഷം പോലും നല്ല അനുഭവങ്ങൾ ലഭിച്ചതായി പറയുകയും ചെയ്ത അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശനിദോഷ പരിഹാരങ്ങളിൽ ഏറ്റവും പ്രഥമമായി ഞാൻ കാണുന്നത് ശാസ്താവിനെ ഭജിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് ശനിദേവനെ പ്രാർത്ഥിക്കുക, ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശനിദേവന്റെ ഫോട്ടോ വീട്ടിൽ വെച്ച് ആരാധിക്കരുത്. ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. അഗ്നിബാധയ്ക്ക് പോലും ഇടയാക്കുമെന്നാണ് പറയപ്പെടുന്നത്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭ്രൂതം തം നവാമി ഗണേശ്വരം. ഇത് ശനിയുടെ സ്തോത്രമാണ്. ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ ശനിയുടെ സ്തുതി പറഞ്ഞിരുന്നു. ഇത് ചൊല്ലാവുന്നതാണ്. ഈ ഒരു സ്തോത്രം ജപിച്ച് നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ശനിദേവനെ ദർശനം നടത്തുകയും ചെയ്യുക. മറ്റൊന്ന്, ശനീശ്വര പൂജ നടത്തുക. ശനീശ്വര പൂജ ശാസ്ത ക്ഷേത്രങ്ങളിലും നടത്താൻ സാധിക്കും. ശാസ്ത പ്രീതി വരുത്തുക, ശാസ്ത പ്രീതമായ സ്തോത്രങ്ങൾ ജപിക്കുക, ശാസ്ത്ര പരീതകരമായ വഴിപാടുകൾ ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീരാനം, എള്ള്, വിളക്ക് പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. മറ്റൊന്ന്, മണ്ഡലവ്രതം നോക്കുക. മണ്ഡലകാലത്ത് ശബരിമല ദർശനം നടത്തുക. ശനിയാഴ്ച ഒരിക്കലെടുക്കുക. ശാസ്താവിന് എള്ളുകിഴി വിളക്ക് കത്തിക്കുക. ശനിക്ക് കറുത്ത പട്ട് ചാർത്തുക. ശാസ്താവിന് എണ്ണ അഭിഷേകം നടത്തുക. ശാസ്താവിന് നാളികേരം ഉടയ്ക്കുക. ശനിക്ക് നാളികേരം ഉടയ്ക്കുക. ശാസ്താവിന് വെടിവഴിപാട് നടത്തുക. ശനിക്ക് അല്ലെങ്കിൽ ശാസ്താവിന് എള്ളുണ്ട നേദിക്കുക. ഗണപതിക്ക് കർഗഹോമം നടത്തുക. ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുക. ഹനുമാൻ സ്വാമിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് യഥാവിധി വഴിപാടുകൾ ചെയ്യുക. ഹരിഹരപുത്ര സഹസ്രനാമം ജപിക്കുക. ശിവ സഹസ്രനാമം ജപിക്കുക. ശിവന് കൂവളത്തിലയാൽ അർച്ചന നടത്തുക. ശിവനെ പിൻവിളക്ക് നടത്തുക. മൃത്യുഞ്ജയ ഹോമം നടത്തുക. ശിവക്ഷേത്രത്തിൽ ജയഹോമം നടത്തുക. ശിവനെ സംഘാഭിഷേകം നടത്തുക. ശിവന് ധാര നടത്തുക. രുദ്രാഭിഷേകം നടത്തുക. ശിവന് കൂവളമാല ചാർത്തുക. പഞ്ചാക്ഷരി മന്ത്രമായ നമശിവായ ജപിക്കുക. അന്നദാനം പോലെയുള്ള ചെറിയ വഴിപാടുകൾ ചെയ്യുക. ചെറിയൊരു തുക എന്ന രീതിയിലേക്ക് കൊടുക്കുക. ശാസ്ത ശിവക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. രുദ്രാക്ഷമാല ധരിക്കുക. ഭസ്മലോപനം ചെയ്യുക. ഇങ്ങനെ നിരവധി പരിഹാരങ്ങൾ ശാസ്താവിനും ശനിക്കും മഹാദേവനും ഹനുമാൻ സ്വാമിക്കും ഗണപതി ഭഗവാനും നമ്മൾ ചെയ്യാറുണ്ട്. പരിഹാരങ്ങൾ പറഞ്ഞതുകൊണ്ട് അവർ നടത്തുവാൻ ദേവാലയങ്ങളിൽ ഏൽപ്പിക്കുന്നതോടെ അവനവന്റെ ഭാരം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. നമ്മുടെ ദോഷം തീരുവാൻ നാം തന്നെയാണ് മനനൊന്ത് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയും വിശ്വാസവും ഇല്ലെങ്കിൽ എന്തു തന്നെ ചെയ്താലും ഫലിക്കുകയില്ല. കർമ്മഫല ദാതാവാണ് ശനി. അതുകൊണ്ട് തന്നെ കർമ്മഫലങ്ങളെല്ലാം ശനിദേവൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉചിതമായ വഴിപാടുകൾ ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ ദുഷ്കർമ്മത്തിന്റെയും ഫലം തീർച്ചയായും നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും ഈ കാലഘട്ടത്തിൽ ഈ നാളുക തീർച്ചയായും ചെയ്യുക. സ്വന്തമായി ചെയ്യുന്ന പ്രാർത്ഥന തന്നെയാണ് ശാസ്താവിനെ ഭജിക്കുക, മഹാദേവനെ ഭജിക്കുക, ഗണപതി ഭഗവാനെ ഭജിക്കുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുക, ശനീശ്വരന്റെ സ്തോത്രങ്ങൾ ജപിക്കുക. മേൽപ്പറഞ്ഞ പൊതുവായ പരിഹാരങ്ങൾ കൂടാതെയും മറ്റൊരുപാട് ലളിതമായി സ്വന്തം ചെയ്യാവുന്ന പരിഹാരങ്ങളുണ്ട്. അത് വിശദമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം.
വരമൊഴിയായോ വാമൊഴിയായോ കേൾക്കുന്ന ആ ചരിത്ര സത്യത്തിലേക്ക് നടന്നു ചെന്നാൽ ശനി ബാധിക്കുന്ന ദോഷങ്ങൾ, ശനിഗ്രഹം നിമിത്തമുണ്ടാകുന്ന ശാപങ്ങൾ, അഷ്ടമശനി, ഏഴരശനി, കണ്ടകശനി ദോഷങ്ങൾ ഈ നാളുകാരിൽ നിന്ന് മാറുകയാണ്. ഒരു കാലത്ത് ഒരു മഹാക്ഷേത്രമായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തുല്യ പ്രാധാന്യത്തിൽ ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തായി കൂവളത്തിന്റെ ചുവട്ടിൽ ശിവനെയും ആരാധിച്ചു വരുന്നു. കുളത്തിന്റെ അടിയിൽ മണ്ണിനടിയിലായി ഒരു പഴയ ശിവലിംഗം ഇപ്പോഴും ഉണ്ടെന്ന് പറയപ്പെടുന്നു. കൂടാതെ ശ്രീകോവിലിനോട് ചേർന്ന് ഒരു ചെറിയ പീഠത്തിൽ പോണാൽ കളരി ആചാര്യൻ എന്നൊരു യോഗേശ്വരനെയും ആരാധിച്ചു വരുന്നു. ഇദ്ദേഹം അയ്യപ്പന്റെ പടയോട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഇദ്ദേഹമായിരുന്നു ആദ്യകാലത്ത് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ യോഗേശ്വര ഭാവത്തിൽ ഇരിക്കുന്നത്. പിന്നെ ഗന്ധർവൻ, യക്ഷി, കാലഭൈരവൻ, കരിങ്കുട്ടിച്ചാത്തൻ എന്നീ ഉപദേവതകളുമുണ്ട്. ഈ കാണുന്ന ആഞ്ഞിലി മരത്തിന്റെ ചുവട്ടിലാണ് ചാത്തന്റെ സങ്കല്പമുള്ളത്. മറ്റൊരു ഭയാനകരമായ കാര്യം, ഭക്തിയോടെ കേൾക്കേണ്ട കാര്യം, ഈ കാണുന്ന മരത്തിലാണ് ചാത്തന്റെ സങ്കല്പമുള്ളത്. മരത്തിനു മുകളിൽ വെട്ടാൻ പോലും ആരും കയറാറില്ല എന്നതാണ് സത്യം. കയറിയവരെല്ലാം മരത്തിനു മുകളിൽ നിന്നും താഴെ വീണു എന്നാണ് പറയുന്നത്. ഈ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഒരു നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും സങ്കല്പമുണ്ട്. പണ്ടുകാലത്ത് പ്രതിഷ്ഠ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ശനീശ്വരന്റെ കാവൽക്കാരനായ നാഗസർപ്പം വസിക്കുന്നുണ്ട്. പലരും കണ്ടിട്ടുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പവിത്രമായ പുണ്യമായി കരുതുന്ന കാവുകളുമുണ്ട്. പണ്ടുകാലത്ത് പ്രതിഷ്ഠ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എൻ്റെ പേര് പീതാംബരൻ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കൗരവാദികൾ ആരാധിച്ചു പോന്നിരുന്ന ശനീശ്വരമൂർത്തിയുടേതാണ്. അതിന് തെളിവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള മലനട ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. കൗരവരുടെ ക്ഷേത്രങ്ങളായ പെരുവുരുത്തി മലനട, ദുര്യോധനൻ്റെയും അതിന് തൊട്ടിപ്പുറത്തായിട്ട് ദുശാസന ക്ഷേത്രം, ദുശകർണ ക്ഷേത്രം, ആനേടി നൂറ്റൂരവരുടെ സഹോദരിയായിരുന്ന ദുശളയുടെ ക്ഷേത്രം ഇവിടെ നിന്നും 2 കിലോമീറ്റർ കിഴക്കുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഒരു ക്ഷേത്ര സമുച്ചയം തന്നെ നിലനിന്നിരുന്നു എന്നതിന് തെളിവായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ ഭൂമി. നമ്മൾ എവിടെ ഇത് ഖനനം ചെയ്താലും കിട്ടുന്ന ഓടുകൾ. ഇന്നത്തെ കാലത്തെ ചെറിയ ഒരു ഓടിൻ്റെ സാമീപ്യം ഇവിടെ നിറയെ നിൽക്കുന്നു. ശനീശ്വരനെയാണ് ആരാധിക്കുന്നതും ശനീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പവിത്രമായ പുണ്യമായി കരുതുന്ന കാവുകളുമുണ്ട്. സൂര്യദേവന്റെ പത്നിയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ. ശനിയാഴ്ചയാണ് പ്രധാന ദിവസം. കാക്കയാണ് അദ്ദേഹത്തിന്റെ വാഹനം. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനുമായി കണക്കാക്കപ്പെടുന്നു. കറുപ്പ്, നീല എന്നിവയാണ് ശനീശ്വരന്റെ ഇഷ്ടനിറം. നീല ശംഖു പുഷ്പമാണ് ഇഷ്ടപുഷ്പം. ഭാരതീയ ജ്യോതിഷത്തിലും പാശ്ചാത്യ ജ്യോതിഷത്തിലും ഒരുപോലെ ശനിയുടെ സാന്നിധ്യം കാണുവാനും സാധിക്കും. ശനിദേവൻ ഇവിടെ നല്ല ചൈതന്യമൂർത്തിയായിട്ടാണ് കുടികൊള്ളുന്നത്. പുണ്യപുരാതന ക്ഷേത്രമാണ്. ഇവിടെ ശനിദോഷ പരിഹാരത്തിനായിട്ട് നീരാഞ്ജനം എല്ലാവരും സമർപ്പിക്കാറുണ്ട്. നീലാഞ്ജനം ഏറ്റവും പ്രധാന വഴിപാടാണ് ശനിദേവൻ്റെ. അതുപോലെ തന്നെ കാക്കയൂട്ട് ഇവിടെ വളരെ പ്രധാനമാണ്. ശനിദേവ ഭഗവാന്റെ വാഹനമായ കാക്കയൂട്ട് ഇവിടെ വളരെ പ്രധാനമാണ്. പിന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തോന്നിയ ആളുകൾ ഇവിടെ ആവശ്യം പോലെ വരുന്നുണ്ട്. അത് ശനിയാഴ്ച ദിവസമാണ് തോന്നിയ ആൾക്കാർ തോന്നിയും വരുന്നത്. എള്ള് പായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ശനി ദോഷ സമയത്താണ് നമ്മൾ ശനീശ്വരനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആചാരക്രമമുള്ള വഴിപാടുകൾ നടത്തി പോയതിന് ശേഷം അവർ വീണ്ടും അതിശക്തമായിട്ട് തിരിച്ചു വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ശനീശ്വരൻ്റെ ആ പുണ്യം അവർക്ക് കിട്ടുന്നുണ്ട്. ആ മനസ്സ് അലിഞ്ഞ് ശനീശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ ദോഷശാന്തി വരും എന്നുള്ളതിന് അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. 32 വർഷം കൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ വരികയും മാസത്തിൽ ഒരു ശനിയാഴ്ച ഞാനിവിടെ നിന്ന് ഭാഗവത പാരായണം, ഞാനിപ്പം ഭാഗവത ഒരു പാരായണക്കാരിയായിട്ട് മാറിയതും ഈ ക്ഷേത്രം മൂലമാണ്. ഈ തിണ്ണയ്ക്ക് വന്നിരുന്ന് ഭാഗവതം വായിച്ചാണ് ഞാൻ
ഒരു പാരായണക്കാരിയായിട്ട് മാറുന്നത്. അത് അങ്ങനെ ഓരോ ദോഷശാന്തിക്കും അവിടെ ചെയ്യുന്ന പിന്നെ വഴിപാടുകൾ ഓരോ നാളിനും ഓരോ സമയത്താണ് ശനി പിടിപെടുന്നത്. ആ ശനി പിടിപെടുന്ന സമയത്താണ് നമ്മൾ ശനീശ്വരനെ അത്യധികമായിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ വഴിപാടുകൾ ചെയ്യേണ്ടിയും വരുന്നത്. മഹാരാഷ്ട്രയിലെ ശനി ശിംഗനാപൂർ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ശനീശ്വര ക്ഷേത്രം. നവഗ്രഹ ക്ഷേത്രങ്ങളിലും ശനിക്ക് പ്രതിഷ്ഠയുണ്ട്. പിതാവായ സൂര്യദേവനോട് ശനീശ്വരൻ പക പുലർത്തുന്നത് വിശ്വാസം. കാരണം യമധർമ്മൻ അമ്മയായ ഛായാദേവിയോട് ധിക്കാരപൂർവം പെരുമാറുന്നത് കണ്ടിട്ടും സൂര്യദേവൻ മൗനം പാലിച്ചിരുന്നു. അതിനാലാണത്രേ ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ഭിന്നിച്ചു നിൽക്കുവാൻ ഇടവന്നതെന്ന് കരുതപ്പെടുന്നു. ശനി മൂലമുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി എന്നിവരെയും ശനിയാഴ്ചകളിൽ ആരാധിക്കുന്നുണ്ട്. ശനി അനുകൂലമായി വന്നാൽ സർവ്വ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. പാണ്ഡവർക്കും നളനും തങ്ങളുടെ രാജ്യം മുമ്പത്തേക്കാളും സമൃദ്ധിയോടെ തിരിച്ചു ലഭിച്ചത് ശനീശ്വരന്റെ അനുഗ്രഹത്താൽ ആണത്രേ. ശനി അനിഷ്ട സ്ഥാനത്താണെങ്കിൽ സർവകാര്യ പരാജയവും കടവും നാശവുമാണ് ഫലം. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ചാരുമൂട് ഭരണിക്കാവ് റൂട്ടിൽ കണ്ണമം ജംഗ്ഷന് 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ശനീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ശനീശ്വര പ്രതിഷ്ഠയായ ഈ ക്ഷേത്രം വേണ്ടത്ര ജനശ്രദ്ധയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് സത്യം. വിശേഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക.